ഹലോ ഫ്രണ്ട്സ്, വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിലുള്ള കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ വന്നിട്ടുള്ള ഫൈനാൻസ് മാനേജർ ജോബ് നോട്ടിഫിക്കേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് 775/2025/KSHO ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇവിടെ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക, വാർഷിക കരാർ വ്യവസ്ഥയിലാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത്. സോ ഇവിടെ തസ്തിക വന്നിട്ടുള്ളത് ഫിനാൻസ് മാനേജർ NRLM ആണ് ഇവിടെ തസ്തികയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ഒഴിവ് വന്നിട്ടുള്ളത് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്, അതായത് സംസ്ഥാന മിഷനിലാണ് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. കൂടാതെ നിയമന രീതി എന്ന് പറയുന്നത് കരാർ നിയമനമാണ്, അതായത് കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ, അതായത് 31/3/2026 വരെയാണ് ഈ ഒരു കരാർ വ്യവസ്ഥ വന്നത്. അതായത് ഒരു വർഷത്തേക്കാണ് ഈ ഒരു കരാർ വന്നിട്ടുള്ളത്. അതിനുശേഷം പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ കരാർ ദീർഘിപ്പിക്കാവുന്നതുമാണ്. കൂടാതെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് CA അല്ലെങ്കിൽ CA ഇന്റർമീഡിയറ്റ്, അതുമല്ലാന്നുണ്ടെങ്കിൽ MCOM ടാലി ആണ് ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ പ്രായപരിധി വന്നിട്ടുള്ളത് 30/4/2025 40 വയസ്സിൽ കൂടാൻ പാടുള്ളതല്ല എന്നതാണ് ഇവിടെ പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത്. സോ 40 വയസ്സിൽ കുറവുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പ്രവൃത്തി പരിചയമായിട്ട് സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ വകുപ്പുകൾ, കൂടാതെ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ, കൂടാതെ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പ്രൊജക്ടുകൾ, കൂടാതെ കുടുംബശ്രീ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ഈ പറയുന്ന അക്കൗണ്ടന്റായി 5 വർഷത്തെ പ്രവൃത്തി പരിചയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ അക്കൗണ്ടുകളുടെ പരിപാലനത്തിലും സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിലുമുള്ള പരിചയം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഇവിടെ സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് 40,000 രൂപയാണ് പെർ മന്ത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. കൂടാതെ ഇവിടെ ജോബ് വന്നിട്ടുള്ളത് കുടുംബശ്രീ മുഖാന്തരം നടപ്പാക്കുന്ന കേന്ദ്ര സംസ്ഥാനാവിഷ്കൃത പദ്ധതിയായ NRLM പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാന അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ള വരവ് ചെലവ് കണക്കുകളൊക്കെ കൈകാര്യം ചെയ്യുക എന്നതാണ് ജോലിയായിട്ട് വന്നിട്ടുള്ളത്. കൂടാതെ ജില്ലാ മിഷനിലെ അക്കൗണ്ടന്റ്മാരെ ഏകോപിപ്പിച്ച് സാമ്പത്തിക റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുക എന്നതും ജോബായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. കൂടാതെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്, അതായത് CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേനയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഓൺലൈൻ മുഖേനയാണ് വിദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കൂടാതെ ഇവിടെ ഒരു എക്സാം ഫീയും വരുന്നുണ്ട്. സോ വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് ഇവിടെ പരീക്ഷ ഫീസായിട്ട് അടക്കേണ്ടത്. കൂടാതെ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ്, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് www.cmd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് മുഖേനയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇവിടെ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 28/5/2025 വൈകുന്നേരം 5 മണിക്കുള്ളിലാണ് ഈ ഒരു പോസ്റ്റിന്റെ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത്. സോ ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതാണ്. കൂടാതെ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നമ്മുടെ വി ഫൈൻ ജോബ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിനെ വിദ്യാർത്ഥികൾ www.vfindjobs.in എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. വി ഫൈൻ ജോബ്സ് എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വി ഫൈൻ ജോബ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്നതാണ്. സോ ഇവിടെ നിന്ന് കുടുംബശ്രീ റിക്രൂട്ട്മെന്റ് എന്നുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, കൂടാതെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു വാട്സാപ്പ് ജോബ് അലേർട്ട് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ഈ ഒരു ഫിനാൻസ് മാനേജർ ജോബ് പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്.
അതിനായി ഉദ്യോഗാർത്ഥികൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം www.cmd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. സോ www.cmd.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു ദി പോസ്റ്റ് ഓഫ് ഫൈനാൻസ് മാനേജർ NRLM അറ്റ് കുടുംബശ്രീ എന്നുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് കാണാവുന്നതാണ്. സോ ഈ ഒരു ലിങ്കിൽ ഉദ്യോഗാർത്ഥികൾ ക്ലിക്ക് ചെയ്യും. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഇവിടെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ടു പ്രൊസീഡ് എന്നുള്ള പേജാണ് ലഭിക്കുക. സോ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ ഐഡിയും ഉദ്യോഗാർത്ഥികളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടാതെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ചെക്ക് ബോക്സ് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം തന്നിട്ടുള്ള ലോഗിൻ നൗ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഉദ്യോഗാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഐഡിയും ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ അതുപോലെ തന്നെ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.